ലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയമായപ്പോഴാണ് ഒരു വീഡിയോ ഇടുന്നത്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഉറക്കമായി കാണുമെന്നറിയാം. എൻ്റെ ഇന്നത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ എല്ലായിടത്തും ചാനലുകളിലും എല്ലായിടത്തും പത്രത്തിലും എല്ലാം തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവല്ല ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം കൂടെ ചേർന്ന് ഒരു റീൽസ് ഇട്ട് അതങ്ങ് ഹിറ്റായി. ചില പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഇത്രയും നല്ല എൻജോയ് ചെയ്ത ഒരു റീൽസ് വേറെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല സൂപ്പറായിരുന്നു അത്. അതിലെ ഓരോ സ്റ്റാഫുകൾക്കും ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ എല്ലാവരും പറയണം. അത്രയ്ക്കുണ്ട് അതിൻ്റെ ഓരോ എക്സ്പ്രഷൻസും പിന്നെ പാട്ടിനനുസരിച്ചുള്ള മൂമെൻസും എല്ലാം അതിന് ആപ്റ്റായിട്ടുള്ളത്. അത് മാത്രമല്ല, അത് സൂചിപ്പിക്കുന്നത് അത്ര നല്ല എല്ലായിടത്തും നല്ല ടെൻഷൻ പിടിച്ച ജോലികളായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാഫുകളെല്ലാം കൂടെയുള്ള ഒരു ഒത്തൊരുമയാണ് കാണിക്കുന്നത്. ഒരു റീൽസ് എടുക്കണമെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് റീൽസ് എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരുമ, അതിൻ്റെ ഐക്യത, ഒരു സ്നേഹബന്ധം, അതൊക്കെ ആണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അവരുടെ എല്ലാവരും കൂടെ അത് കോപ്പറേറ്റ് ചെയ്താണ് അത് ചെയ്തിരിക്കുന്നത്. അതിനധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കിടയിൽ ഒരു ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള വീഡിയോ എത്ര കണ്ടാലും മതിയാവത്തില്ല. ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെറ്ററായിട്ടുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. കൂട്ടുകാരുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വ്യത്യാസമുള്ളതായിരിക്കും. എൻ്റെ അഭിപ്രായം ഇതാണ് കൂട്ടുകാരെ. എനിക്ക് ആ വീഡിയോ പിന്നെയും കണ്ടിട്ട് മതിയാകുന്നില്ല. ഞാൻ അതും കണ്ടുകൊണ്ടിരുന്നതാണ് വന്ന് കുറേ സമയം. എനിക്ക് അത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ നമ്മളെ ഓഫീസുകളിലൊക്കെ ഓരോരുത്തരും ഓരോ സ്ഥാനങ്ങളിലായിരിക്കും ഇരിക്കുന്നത്. നമ്മളെപ്പോഴും താഴോട്ടുള്ളവരെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടുന്നത്. കാരണം ഇപ്പോൾ ഈ കൊച്ചു ജോലികൾ ചെയ്യുന്നവരെ ഇപ്പോൾ കിട്ടാനില്ല. അവരെ നമ്മൾ നല്ല മുറുകെ പിടിച്ചില്ലെങ്കിൽ അവർ പൊക്കളയുക. അത് കാരണം അവരെ വളരെയധികം ഹാൻഡിൽ വിത്ത് കെയറാണ്. അവരെ ശ്രദ്ധിച്ചും കണ്ട് നമ്മൾ നിർത്തണം. ഇപ്പം ഒരിടത്തൊരു ഓഫീസിൽ ഒരു സ്റ്റാഫുണ്ട്. അവരൊരു സ്വീപ്പറാണ്. പക്ഷേ അവർ പറയും, ഞാൻ ഇന്ന് വരത്തില്ല, ഇനി നാളെ വരത്തില്ല, ഇനി തൊട്ട് ഞാൻ വരുന്നില്ല, ഇങ്ങനെല്ലാം പറഞ്ഞ് നമ്മളവിടെ ഇരിക്കുന്ന ആളുകളെ അവർ ഭീഷണിപ്പെടുത്തും. എന്നിട്ട് പിന്നെ പറയും, സുഖമില്ലാത്ത ഒരു ടീമാണ്, ഒരു പാവം ലേഡിയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങ് അവശതയൊക്കെ ആണ്, എന്നാലും അവർ ജോലിക്കൊക്കെ വരും. അപ്പോഴവർ പറയും, ഞാൻ ഇനി ആഴ്ചയിൽ 2 ദിവസമേ വരുത്തുള്ളൂ. ഓക്കെ, നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് പറയും, ഇനി ഞാൻ അടുത്ത ആഴ്ച കാണത്തില്ല. ഓക്കെ, ശരി, സമ്മതം തന്നെ. വരുന്ന ദിവസങ്ങളിൽ വരട്ടെ എന്ന് നമുക്കങ്ങ് വിചാരിക്കാനേ പറ്റൂ. അവരാണ് തീരുമാനിക്കുന്നത് കാര്യങ്ങൾ വരണോ വേണ്ടയോ. നമ്മൾ അതിനനുസരിച്ച് തല കുലുക്കി കൊടുക്കണം. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. നമ്മൾ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്നവരായാലും, അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ പണി ചെയ്യുന്നവരായാലും, അതുപോലെ നമ്മുടെ പിന്നെ ഈ തേങ്ങ വെട്ടാനായിട്ടൊക്കെ വരുന്ന ആൾക്കാർ, അങ്ങനെ കുഞ്ഞു ജോലികളൊക്കെ ചെയ്യുന്നവരെയൊക്കെ കിട്ടാനാണിപ്പം പാട്. ബാക്കി എല്ലാ ജോലിക്കും ആളുകളുണ്ട്. പക്ഷേ ഇതൊന്നും കിട്ടാൻ ആളുകളില്ല. വളരെയധികം പാടാണ്. അന്നേരം അവരെയെല്ലാം നമ്മൾ താങ്ങി നിൽക്കണം. ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ എല്ലാവരും എല്ലാ ജോലികളും ഒന്നും ചെയ്യാൻ തയ്യാറല്ല. എല്ലാവർക്കും അങ്ങ് വൈറ്റ് കോളർ ജോലി മതി. അങ്ങനെയാണ് ഇപ്പോഴത്തെ കേരളത്തിലേക്ക് ഒരു അവസ്ഥ. അത് കാരണമാണ് ഈ ബംഗാളികൾ ഇവരും എല്ലാം അതർ സ്റ്റേറ്റുകാരെല്ലാം ഇവിടെ വന്ന് ജോലി ചെയ്ത് അവരുടെ ഗൾഫ് നാടാക്കി ഇതിനെ മാറ്റി പണം ഉണ്ടാക്കി അവരെ നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മളെ നാട് അനുദിനം ഇങ്ങനെ ദരിദ്രമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. നമ്മൾ ക്രിയേറ്റീവായിട്ടൊന്നും ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. എല്ലാം കുഴപ്പത്തിലായിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഓരോ പ്രശ്നങ്ങളുമാണ്. വെള്ളപ്പൊക്കവും ഓരോ ദുരിതങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. താഴോട്ടുള്ള ജോലിക്കാരെ നമ്മൾ വളരെയധികം
കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഈ റീൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്ത് എനിക്കുള്ള മനസ്സിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നാളെ ഇനി കൊല്ലത്തെല്ലാം നല്ല തിരക്കായിരിക്കും. എല്ലായിടത്തും നല്ല കൺട്രോൾ ആണ്. എല്ലായിടത്തും ഇന്ന് തൊട്ടേ ഉണ്ട്. നാളെയില്ല ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഗതാഗത നിയന്ത്രണമൊക്കെ നടക്കുന്നു. ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വന്ന സമയത്തും അതായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലോകമെമ്പാടും റീൽസിൻ്റെ ഒരു തരംഗമാണ്. ഈ റീൽസ് അത്രയ്ക്ക് നല്ല ഒരു നമ്മളെ മനസ്സിന് അത്രയ്ക്ക് സന്തോഷം തരുന്ന ഒരു റീൽസായിരുന്നു. ആ സ്റ്റാഫുകളിരുന്ന് അവിടെ ഇരുന്ന് കുറച്ച് സമയം ആ സെക്കൻഡിലത് തീർന്നെങ്കിൽ എന്ത് എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇപ്പോഴും അതിങ്ങനെ മനസ്സിൽ തട്ടി നിൽക്കുന്നു. എന്നും ഇരുന്ന് നമ്മളിങ്ങനെ ഓരോന്ന് യൂട്യൂബിലിങ്ങനെ കാണുന്നത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയെല്ലാം മറികടക്കുന്ന ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇവർ ചെയ്തത്. പിന്നീട് വരുന്ന ഭവിഷ്യത്തുകളെല്ലാം പിന്നെയാണ് അവർ ചെയ്തതിനെ നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം കൂട്ടുകാരെ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് പിന്നെയും മഴ തുടങ്ങി. ഇങ്ങനെ മാറി ചില ദിവസങ്ങളിൽ വെയിലും മഴയും എല്ലാം ഇങ്ങനെ മാറി മാറി വരികയാണ്. എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരെയും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നല്ല നല്ല കാര്യങ്ങളെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിച്ച് വിടുക. പിന്നെ ഇല്ല, നടിയുടെ കല്യാണമായിരുന്നു. ഇത്രയും ആഘോഷപരമായിട്ട് അവരെ വീട്ടുകാരും ആ മീരാനന്ദനൊക്കെ ഇഷ്ടപ്പെട്ട് കല്യാണം നടത്തിയപ്പോൾ ആൾക്കാർക്ക് ഒട്ടും സഹിക്കത്തില്ല. അവരുടെ കമൻറ്റുകൾ വായിച്ചാൽ അതിനെക്കാട്ടിലും ബഹു രസമാണ്. അവരവരൊക്കെ ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അവരെ ഇഷ്ടപ്പെട്ട അവർ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടുന്നത്. അതിൻ്റെ താഴെ ചെന്ന് കമൻറ്റുകൾ ഇട്ട് എന്തൊരു കമൻറ്റുകളാണ് ഇടുന്നത്. ഓരോരുത്തരും എക്സ്റ്റേണലായിട്ട് ഓരോ രൂപത്തിലായിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ഇൻറ്റേണലായിട്ടുള്ള ഒരു സൗന്ദര്യമാണ് എല്ലാവർക്കും വേണ്ടുന്നത്. അത് അവരിൽ നോക്കുമ്പോൾ അവർക്ക് കാണും. അതിന് നമ്മൾ പുറമേ നിന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കൂട്ടുകാരെ. ഈ കമൻ്റ് ഇടുന്ന കൂട്ടുകാരെല്ലാം അത് മനസ്സിലാക്കണം. ഓരോ ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നമ്മൾ അത് കണ്ട് സന്തോഷിക്കുക, ആസ്വദിക്കുക. ഓരോ ആഘോഷങ്ങൾ നമ്മളും കണ്ട് ആസ്വദിക്കുക. പിന്നെ നാളെ ഓരോരോ വിശേഷങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് കൂട്ടുകാരെ. നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. വീഡിയോസൊന്നും ആരും കാണുന്നില്ലെന്നുള്ളത് കൊണ്ടാണ് ഇടാൻ ഇപ്പം മടിയുള്ളത്. ഉറങ്ങുന്ന സമയമായപ്പോഴാണ് വീഡിയോ ഇടുന്നത്. അന്നേരം ആരും കാണത്തില്ല, എല്ലാവരും ഉറക്കമാകും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാരെ. എല്ലാവരും ഹാപ്പിയായിട്ട് ഉറങ്ങുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണാം.